ഹായ് എവരിബഡി, വെൽക്കം ടു ഷേർലീസ് വ്ളോഗ്സ് STH. എല്ലാവരും ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ കാത്തിരിക്കുകയല്ലേ. ഞാനും ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വിന്നറിനെ അറിയണം, ഫസ്റ്റ് അറിയണം, സെക്കൻഡ് അറിയണം, തേർഡ് അറിയണം, ഒക്കെ അറിയണം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ബിഗ് ബോസിലെ രാജാവ്, നായകൻ, കണ്ടൻറ് മേക്കർ, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ്, അതൊക്കെ ഒന്ന് പറയാനായിട്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ബിഗ് ബോസ് സീസൺ 3 രാജാവ് എന്ന് പറയുന്നത് മണിക്കുട്ടൻ തന്നെയാണ്. ഫ്രം ദ സ്റ്റാർട്ട് ആദ്യം മണിക്കുട്ടൻ ഇച്ചിരി അധികം എന്താ ഫേമസ് ആവാതെ ഇച്ചിരി പുറമോട്ടെല്ലാം നിൽക്കുമായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മണിക്കുട്ടൻ എല്ലാവരും സ്റ്റഡി ആയിരുന്നു, ഓരോ കണ്ടസ്റ്റൻറ്റിനെയും. പിന്നെ അതിൽ തന്നെ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു, മണിക്കുട്ടനും കുറച്ച് സൈലൻ്റ് ആണല്ലോ, മണിക്കുട്ടൻ മിണ്ടുന്നില്ലെന്നൊക്കെ. ആക്ച്വലി മണിക്കുട്ടൻ അപ്പോഴും ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കാണും. നമുക്ക് കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കണമല്ലോ. പക്ഷേ മണിക്കുട്ടൻ എന്ന വ്യക്തിയുടെ, അഥവാ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവററ്റ് MK, മണിക്കുട്ടന് ഇഷ്ടം MK എന്ന് പറയാനാണല്ലോ. MKയുടെ ഏറ്റവും ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്? MK മാത്രം ബിഗ് ബോസിൽ ചെയ്ത കാര്യം മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. MK മാത്രം ബിഗ് ബോസ് ചെയ്തൊരു കാര്യം എന്താ? MK ക്യാപ്റ്റൻ ആയിരുന്ന ഒരു സമയത്ത്, ഫസ്റ്റ് ടൈം MK ക്യാപ്റ്റൻ ആയ സമയത്ത് ഒരു ദിവസം രാത്രി എല്ലാവരുടെയും കൈകൾ കോർത്ത് പിടിച്ചിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് MK തൊടുന്ന എല്ലാം പൊന്നാവുന്നു? എന്തുകൊണ്ട് MK എല്ലായിടത്തും ഇച്ചിരി മികച്ച് പ്രകടനം കാണിക്കുന്നത്? എന്തുകൊണ്ടും വേറിട്ട് നിൽക്കുന്നു? ഓൺലി വൺ ആൻസർ: നല്ല ദൈവാധീനമുള്ളൊരു വ്യക്തിയാണ്, ദൈവത്തെ അറിയുന്ന വ്യക്തിയാണ്, ഒരുപാട് പ്രാർത്ഥനയുള്ള വ്യക്തിയാണ്. ഞാൻ റീസെൻ്റായിട്ട് സൂര്യയുടെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ കേട്ടതാണ് മണിക്കുട്ടൻ രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം മറ്റാരൊക്കെ അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നല്ല ദൈവമുള്ള വ്യക്തിയാണ്, മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. ഒരാൾക്കൊരു സങ്കടമുള്ളപ്പോൾ അത് ആരായിക്കോട്ടെ, മണിക്കുട്ടൻ പറഞ്ഞ പോലെ ആൺ പെൺ വ്യത്യാസമില്ല, അവിടെ ആരായിക്കോട്ടെ പോയി ചെന്ന് അടുത്തിരുന്ന് സംസാരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്, വിഷമിക്കേണ്ടെന്ന് പറയും ഒരു വ്യക്തിയോട്. പിന്നെ മണിക്കുട്ടൻ എല്ലാ ടാസ്കും സൂപ്പറായിട്ട് പെർഫോം ചെയ്യും. ടാസ്ക് വരുമ്പോൾ മണിക്കുട്ടനെ അല്ല, MK അല്ല, MK മറ്റൊരാളാവും ടാസ്ക് വരുമ്പോൾ. അത് നമ്മൾ എല്ലാ ടാസ്കിലും കണ്ടതാണ്. ബിഗ് ബോസ് എന്ന സീസൺ 3 ഒരേ ഒരു രാജാവ് നമുക്കെല്ലാം ആഗ്രഹം. എന്തുകൊണ്ട് മണിക്കുട്ടൻ ഇത്രയും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കയറി? കാരണം ബിഗ് ബോസ് സീസൺ 3 രാജാവ് മണിക്കുട്ടൻ തന്നെയാണ്. എനിക്ക് മണിക്കുട്ടനെ പറ്റി പറയാനുള്ളതുപോലെ തന്നെ മറ്റൊരാളെ പറ്റി പറയാനുണ്ട്. നമ്മൾ ആരും DFK മറന്നു പോകരുത്. ബിഗ് ബോസ് സീസൺ 3 DFK ഇപ്പം വോട്ടിങ്ങിലില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ DFK എങ്ങും ഇല്ല. പക്ഷേ DFK നമ്മൾ മറക്കരുത്. ഈ ബിഗ് ബോസ് സീസൺ 3 ആക്ച്വലി ഇനിഷ്യലി സ്ലീപ്പിംഗ് സ്റ്റേജിലായിരുന്നു. എത്ര പേര് കാണുമായിരുന്നു? ഞാൻ ഉൾപ്പെടെ എത്ര പേരത് കാണുമായിരുന്നു? ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എത്ര പേരിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. എത്തുന്നവർ തീർച്ചയായും നിങ്ങൾ സീസൺ 3 DFK മറക്കരുതെന്ന് മാത്രം എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളൂ. ബിഗ് ബോസ് സീസൺ 3 നായകൻ എന്ന് പറയുന്നത് പൊളിഫിറോസ് ആണ് സീസൺ 3 ഒരു സീസൺ 3 ആക്കിയത്. പൊളിഫിറോസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സീസൺ 3 മറ്റൊരു ലെവലിലേക്ക് പോയേനെ. സീസൺ 3 നമ്മൾ എന്തുകൊണ്ട് ഈ ഫിനാലെ വരെ കാത്തിരിക്കുന്നു? എന്തുകൊണ്ട് നമ്മൾ ആവേശപൂർവ്വം വോട്ട് ചെയ്യുന്നു? എല്ലാത്തിനും ഒരേ ഒരു കാരണമേ ഉള്ളൂ. മനുഷ്യരുടെ എല്ലാ നോട്ടത്തിൽ ചിലപ്പം ആൾ വില്ലനായിരിക്കും, പക്ഷെ എൻ്റെ നോട്ടത്തിൽ DFK നായകനാണ്. DFK ആൻഡ് സജന, പൊളിഫിറോസ് ആൻഡ് സജന. അവർ ടാസ്കുകൾക്ക് എന്ത് മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി അവർ ഇറങ്ങിയ സമയത്ത് ആ പ്രീവിയസ് ടാസ്കിൽ ഒരു ആളൊരു കുരുടനായിട്ടും സജന ഒരു ഇച്ചിരി മാഡ് ലേഡി പോലെ അങ്ങനത്തെ ഒരു വേഷമാണ് അവർ ചെയ്തത്. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് അവരുടെ ടാസ്ക് ചെയ്തിരുന്നത്. അതുപോലെ അവരുടെ നിലപാടുകൾ, അവർ സത്യം മാത്രമാണ് പറയുന്നത്. ചില ടൈമിൽ ചില കണ്ടസ്റ്റൻസ് ഇറിറ്റേറ്റ് ചെയ്യാൻ അവരിങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കതൊക്കെ ഒരു കോമഡി രീതിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുള്ളി എന്ത് പറയുന്നതാണെങ്കിലും. ഇപ്പം സജന കുക്കിംഗ് ആണെങ്കിൽ പുള്ളി സൈഡിൽ നിന്ന് കുക്കിംഗ് അല്ലാതെ സംസാരമായിരിക്കും, ബഹളം ഉണ്ടാക്കുക, ഫൈറ്റ് ഉണ്ടാക്കുക, ഒക്കെ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ ഒരു സീസൺ 3 ഒരു നായകനാണ് DFK. പുള്ളിയെ എപ്പോഴും എല്ലാവരും മനസ്സിലുണ്ട്. പുള്ളിയുടെ ഉള്ള എല്ലാ വെഞ്ചേഴ്സും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുള്ളിയെ മാത്രമല്ല, ഈ സീസൺ 3 നമ്മൾ ഇത്രയും നാൾ വോട്ടിങ് ചെയ്തു. ഇപ്പോൾ വോട്ടിങ്ങോടുകൂടി നിങ്ങളുടെ സപ്പോർട്ട് തീരരുത്. അവർക്കെല്ലാം ഇനിയും നമ്മുടെ എല്ലാം സപ്പോർട്ട് വേണം. നമ്മുടെ എല്ലാം സപ്പോർട്ട് എങ്ങനെയാണ് അവർക്ക് വേണ്ടി? അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്യുക, അവർ സപ്പോർട്ട് ചെയ്യുക ഒക്കെ വേണം. അവർക്കെല്ലാം നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യമുണ്ട്, ഇനിയും ആവശ്യമുണ്ട്. ഇനി ബിഗ് ബോസ് 4, 5 അങ്ങനെ പലതും വരും. എന്നാലും നമ്മൾ ഇവരുടെ ഒന്നും മറക്കരുത്.
പിന്നെ ഈ ഓൾ ദ 3 സീസൺസിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ, മെയിൻ രാജാവ്. അതാരെന്നറിയാം? രജിത് സർ, ഡോക്ടർ രജിത്ത്, DRK. ഡോക്ടർ രജിത്തിൻ്റെ എപ്പിസോഡ്സ് കാണുന്നവർക്കറിയാം, അവിടെ നമ്മുടെ സാബുമോൻ അല്ലെങ്കിൽ MK ഒക്കെ നമ്മൾ കണ്ടാലും ഡോക്ടർ രജിത്തിൻ്റെ എപ്പിസോഡ്സിന് നമ്മൾ കൂടുതൽ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അതിൽ ഹൈ കണ്ടൻസ് ഉണ്ട്. പുള്ളി നല്ല ബ്രില്യൻ്റ് ആയിട്ടാണ് ഗെയിം കളിച്ചിരിക്കുന്നത്. ഓരോ ടാസ്കും ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഡോക്ടർ രജിത്ത് ഈസ് ദ ബെസ്റ്റ് കണ്ടസ്റ്റൻസ് ഇൻ ഓൾ ദ 3 ബിഗ് ബോസ്. ഇനി എനിക്ക് ബിഗ് ബോസ് സീസൺ 3 ഇഷ്ടപ്പെട്ട മറ്റൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്, സൂര്യയെ പറ്റി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. സൂര്യ തന്നെ പറയുന്നുണ്ട്, സൂര്യയ്ക്ക് ഒരുപാട് സൈബർ അറ്റാക്സ് വരുന്നുണ്ട്, ഒരുപാട് പേര് അതിന് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് സൂര്യ സൈബർ അറ്റാക്ക് ചെയ്യുന്നു? സൂര്യ ഒരു കണ്ടന്റ് മേക്കർ ആയിരുന്നു അവിടുത്തെ. സൂര്യ കണ്ടന്റ് മേക്ക് ചെയ്തുകൊണ്ടാണ് സൂര്യ ഒരു വില്ലത്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് കുറേ നാൾ ബിഗ് ബോസ് കണ്ടു? സൂര്യയും കൂടി കാണാനായിരുന്നു നിങ്ങളത് കണ്ടിരുന്നത്. അത് നിങ്ങളെന്താ ആലോചിക്കാത്തത്? എല്ലാവരും ചിന്തിക്കണം. സൂര്യ എന്തു ആയിക്കോട്ടെ സ്ട്രാറ്റജി, പക്ഷെ സ്ട്രാറ്റജി അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സൂര്യ എന്ന വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സൂര്യ ഇത് കാണുമെന്ന് എനിക്കറിയില്ല. കാണുകയാണെങ്കിൽ സൂര്യക്ക് ഒരു കമൻറ്റ് ഇടാൻ പറ്റുമെങ്കിൽ താങ്ക്സ്, വളരെ നന്ദി ഉണ്ടാവും. ഞാൻ സൂര്യ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സൂര്യയുടെ മനസ്സിൽ നിന്ന് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് കരയുന്നൊരു വ്യക്തി. സൂര്യ പറയുന്ന പോലെ തന്നെ 18 വയസ്സിൽ കരയാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ 30 വയസ്സിൽ കരയാതിരിക്കണം എന്നില്ല. അത് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ കാരണം മാറി മറിഞ്ഞു വരും. ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ്. ചിലർക്ക് പെട്ടെന്ന് കണ്ണീര് വരും, സന്തോഷമായാലും ദുഃഖമായാലും. എന്ന് വിചാരിച്ച് ആ വ്യക്തിയെ നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ആ ആളോട് മിണ്ടണ്ട, അല്ലെങ്കിൽ ആൾ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട, ആൾക്ക് ഒരു വോട്ടിംഗ് എന്തിനുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട നിങ്ങൾ. പക്ഷേ വെറുതെ എന്തിനും ഒരു പാവം പെൺകുട്ടിയുടെ ലൈഫിൽ കയറിയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്ര അറ്റാക്ക് ചെയ്യുന്നു. പുള്ളിക്കാരിക്ക് അത് സഹിക്കാനുള്ളൊരു ത്രാണിയുള്ളൊരു വ്യക്തിയല്ല. ഇപ്പം പറയുന്ന ഞാനെന്ന് വെച്ചാൽ സൂര്യയുടെ ഒരു ആരാധിക ആയതുകൊണ്ടല്ലേ പറയുന്നത്. ഏതൊരു പെൺകുട്ടിയായാലും ഏതൊരു വ്യക്തിത്വം ആയാലും നമ്മൾ സൈബർ അറ്റാക്ക്, അവരെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അവരെ ലീവ് ചെയ്യും, നമ്മൾ അവരുടെ നോക്കണ്ട, നമ്മൾ അവരുടെ വീഡിയോസ് കാണണ്ട. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് സൂര്യ ഇഷ്ടമല്ലാത്തവർ എൻ്റെ വീഡിയോ കാണാതിരിക്കരുത്. ഞാൻ ജസ്റ്റ് ജെന്യൂനായിട്ടുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതാണ് എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, കണ്ടസ്റ്റന്റ്. കാരണം സൂര്യ ഇവിടെ കണ്ടന്റ് മേക്കറായിരുന്നു. അതുപോലെ കിടിലൻ ഫിറോസ് ആളിച്ചിരി സത്യം പറഞ്ഞ കോമഡിയാണ്. പുള്ളിയുടെ നിഗമനങ്ങളും പ്രവചനങ്ങളും പുള്ളിയുടെ സംസാരവും ഒക്കെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് മറ്റുള്ളവരിൽ നിന്ന്. പിന്നെ ഋതു മന്ത്ര ഒരു സ്റ്റാൻഡുള്ള വ്യക്തിയാണ്. എല്ലാ കാര്യത്തിലും ഇച്ചിരി വളരെ ഇന്നസെൻ്റായിട്ട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ലക്ഷ്മി ജയൻ ആദ്യം പോയത് ഇത്തിരി വിഷമമുണ്ട്. കാരണം പുള്ളിക്കാരിയുടെ എന്താണ് പുള്ളിക്കാരി മനസ്സിലാക്കാൻ പറ്റുന്നതിന് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനെയും കാര്യങ്ങൾ. അപ്പോൾ ഇനി ഗ്രാൻഡ് ഫിനാലിൽ ആര് വിന്നറായാലും എന്തായാലും നിങ്ങൾ വിന്നേഴ്സിനെ മാത്രമേ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അവർക്കിനി ഫ്യൂച്ചറുണ്ട്, ഒരു ലൈഫുണ്ട്. ബിഗ് ബോസ് ഗെയിം കഴിഞ്ഞു, ഇനിയിപ്പോൾ സൈബർ അറ്റാക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് എല്ലാവരെയും എല്ലാം മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കിത്രയും പറയണമെന്ന് വിചാരിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, ഞാനൊരു വലിയ ബിഗ് ബോസ് ആരാധികയാണ്, അതുകൊണ്ട് പറയണമെന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച്.